ഹലോ ഓൾ. എല്ലാവരും അടുത്ത വർഷത്തേക്ക് റിപ്പീറ്റ് ചെയ്യാം എന്ന് തീരുമാനിച്ചിരിക്കുന്ന ആളുകളാണെന്നുള്ള കാര്യം നമുക്കറിയാം. 2022 നീറ്റിനി നോക്കണ്ട, ഇനി 2023 നീറ്റിലേക്ക് നമ്മൾ ഫുൾ എഫേർട്ട് എടുത്തിട്ട് വളരെ ആത്മാർത്ഥമായി ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ +2 മാർക്കോ വേറെ എന്തെങ്കിലും മാർക്കോ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങളുടെ എഫേർട്സ് മാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് നീറ്റ് 2023 നല്ല സാധ്യതയുണ്ട്. ആ ഒരു സാധ്യതയിലേക്കാണ് നമ്മൾ ഓരോരുത്തരും റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് അല്ലേ. പക്ഷേ അതിനകത്തൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട ആൾക്കാരുടെ എല്ലാ മനോഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെന്താ ക്ലാസ് തുടങ്ങട്ടെ, ക്ലാസ് തുടങ്ങുന്നത് വരെ അടിച്ചു പൊളിക്കാം, അത് കഴിഞ്ഞിട്ട് ക്ലാസ് തുടങ്ങുന്ന അന്ന് മുതൽ ഇപ്പോൾ ഡോപ്പയിലാണെങ്കിൽ നമ്മൾ ക്ലാസ് തുടങ്ങുന്നത് ജൂലൈ 18-ാം തീയതിയാണ്. ജൂലൈ 17-ാം തീയതി നീറ്റ് കഴിഞ്ഞിട്ട് നേരെ പിറ്റേ ദിവസം മുതൽ +1ൻ്റെ ഒന്നാമത്തെ ചാപ്റ്റർ എന്നുള്ള രൂപത്തിൽ നമ്മൾ ആദ്യത്തെ ബാച്ചിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ആരംഭിക്കുകയാണ്. ക്ലാസ് തുടങ്ങിയിട്ട് പഠിക്കാം എന്ന രൂപത്തിലിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരോടാണ് എനിക്ക് ഇന്ന് ഈ വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങൾ കയ്യും വീശി റിപ്പീറ്റ് ചെയ്യാൻ വന്നിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. കാരണം റിപ്പീറ്റ് ചെയ്യാൻ വരിക എന്ന് പറഞ്ഞാൽ +1 +2 ഒരിക്കൽ കൂടി പഠിക്കുക എന്നുള്ളതാണ്. +1 +2 ഒരിക്കൽ കൂടി നമ്മൾ പഠിക്കണമെങ്കിൽ നമുക്ക് അതിനു മുന്നേ ഉള്ള ഒരുപാട് കാര്യങ്ങളിൽ പ്രിപ്പയർ ചെയ്തിട്ട് വരേണ്ടതുണ്ട്. നിങ്ങളുടെ സ്വപ്നം കീഴടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറായിട്ടാണ് വരേണ്ടത്. നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടല്ല വരുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ ഫേസ് ചെയ്യാനുണ്ടാവും. അതിന് വേണ്ടിയിട്ട് ഡോപ്പ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു റിപ്പീറ്റേഴ്സ് ബേസിക് കോഴ്സ് അനൗൺസ് ചെയ്യാണ്. നമ്മുടെ ക്ലാസ്സുകൾ 26 മുതൽ അങ്ങോട്ടേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓൺലൈനായിട്ടായിരിക്കും. ഡോപ്പയിൽ ഓൺലൈൻ അഡ്മിഷൻ എടുത്ത ആളുകളും ഓഫ്ലൈൻ അഡ്മിഷൻ എടുത്ത ആളുകൾക്കും എല്ലാവർക്കും കൂടെ, അതുപോലെ കേരളത്തിലുള്ള മുഴുവൻ നീറ്റ് ആസ്പിരൻസിനും ഫ്രീ ആയിട്ട് എൻറോൾ ചെയ്യാൻ പറ്റുന്ന റിപ്പീറ്റേഴ്സിൻ്റെ ബേസിക് കോഴ്സുകളാണ് നമ്മൾ അനൗൺസ് ചെയ്തിട്ടുള്ളത്. എന്തെല്ലാം കാര്യങ്ങളാണ് ബേസിക് കോഴ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എന്നുള്ള കാര്യം ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. നമ്മുടെ ബേസിക് കോഴ്സ് നടക്കുന്നത് 10 ദിവസങ്ങളിലായിട്ടാണ് നടക്കുക. അടുപ്പിച്ചടുപ്പിച്ചുള്ള ദിവസങ്ങളാവാം, ഒന്നിടപെട്ട ദിവസങ്ങളാവാം, ഡീറ്റെയിൽസ് എല്ലാം നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുന്നുണ്ടാവും. 10 ദിവസങ്ങളിലായിട്ടായിരിക്കും ഉണ്ടാവുക. ആൻഡ് ഡേ 1 ഈസ് 26 ജൂൺ 26-ാം തീയതിയാണ് ഉണ്ടാവുക. ഫസ്റ്റത്തെ സെഷൻ്റെ നമ്മുടെ പേരെന്ന് പറഞ്ഞാൽ ഗെറ്റ് ഓറിയൻറ്റഡ് എന്നുള്ളതാണ്. നമുക്കറിയാം നമ്മളൊരു വലിയ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുകയാണ്. വലിയ ജീവിതത്തിൽ ഇതുവരെ ഇല്ലാതിരുന്ന, ഇതുവരെ ചെയ്യാതിരുന്ന ഒരു വലിയ എപ്പിസോഡിലേക്ക് നമ്മൾ തയ്യാറാൻ വേണ്ടി കൃത്യമായ ഓറിയൻറ്റേഷൻ വേണം. എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരും. അതുപോലെ നിങ്ങൾ നിർബന്ധമായിട്ട് കേട്ടിരിക്കേണ്ട ചില നീറ്റ് സ്റ്റോറീസ് ഉണ്ട്. ഫസ്റ്റ് ചാൻസിൽ നീറ്റ് ക്രാക്ക് ചെയ്ത ആളുകൾ, മൾട്ടിപ്പിൾ ചാൻസുകളിൽ നീറ്റ് ക്രാക്ക് ചെയ്ത ആളുകൾ, +2-ന് വളരെ കൂടിയ മാർക്ക് മേടിച്ചിട്ടും ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യേണ്ടി വന്ന ആളുകൾ, ആൻഡ് വളരെ കുറഞ്ഞ മാർക്ക് മേടിച്ചിട്ടും ഫസ്റ്റ് ചാൻസിൽ നീറ്റ് ക്രാക്ക് ചെയ്ത ആളുകൾ, അങ്ങനെ പല തരത്തിലുള്ള ആളുകളുടെ നീറ്റ് സ്റ്റോറീസ് ഉണ്ട്. ഈ സ്റ്റോറീസ് നിങ്ങൾ കേട്ടിരിക്കണം. കാരണം ഇവരുടെ അനുഭവങ്ങളിൽ നിന്നാണ് നിങ്ങൾ പഠിക്കേണ്ടത്. നിങ്ങളുടെ സ്വന്തം അനുഭവങ്ങൾ ഉണ്ടായി അത് തിരുത്താനുള്ള അവസരം നമ്മൾ ഉണ്ടാവരുത്. മറ്റുള്ളവരുടെ അനുഭവങ്ങളിൽ അവർക്ക് പാളിപ്പോയ കാര്യങ്ങൾ നമ്മൾ തിരുത്തിയെടുക്കണം. അവർക്ക് സക്സസ്ഫുള്ളായി വന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കണം. ഡേ 1-ൽ നമ്മളുണ്ടാവുക ഒരു ഓറിയൻറ്റേഷൻ സെഷൻ ഉണ്ടാവും. പിന്നെ നീറ്റ് സ്റ്റോറി സെഷനാണ്. നീറ്റ് സ്റ്റോറി പറയാൻ വേണ്ടിയിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും ഇവൻ ഡൽഹി എയിംസിൽ നിന്നുള്ള ആളുകൾ വരെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടാവും നീറ്റ് സ്റ്റോറീസ് പറയാൻ വേണ്ടിയിട്ട്. ആൻഡ് തേർഡ് സെഷൻ ഫസ്റ്റ് ഡേയിൽ ഉണ്ടാവുക മീറ്റ് യുവർ ഡയറക്ടേഴ്സ് എന്നുള്ളതാണ്. ഡോപ്പയുടെ ഡയറക്ടറായ ഞാനും നമ്മുടെ ഡിയാസ് ഡോക്ടറും ആൾക്കാരും ഒക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പർട്ടിക്കുലർ ആയിട്ടുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തരാനുണ്ട്. ആസ് എ നീറ്റ് റിപ്പീറ്റർ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം. ഇങ്ങനത്തെ 3 സെഷൻസ് ആയിരിക്കും ഡേ 1-ൽ നിങ്ങൾക്ക് ഉണ്ടാവുക. വളരെ എസെൻഷ്യൽ ആയിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമായിരിക്കും. ആൻഡ് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളുടെ നീറ്റ് റിപ്പീറ്റേഴ്സ് ചരിത്രത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസം നമ്മുടെ ഡേ 2 ആയിരിക്കും. ഡേ 2ൻ്റെ പേര് എസെൻഷ്യൽ എന്നാണ്. നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത നീറ്റിന് വേണ്ട എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഘടകം. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്തമാറ്റിക്സ് ആണ്. ഏത് മാത്തമാറ്റിക്സ്? +1 +2 മാത്തമാറ്റിക്സ് അല്ല, നിങ്ങളുടെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള മാത്തമാറ്റിക്സ് ആണ്. നമ്മൾ പറയുകയാണെങ്കിൽ മാത്സ് അറിയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ പല ആൾക്കാരും ഇൻറ്റഗ്രേഷൻ അറിയില്ല, ഡിഫറൻസിയേഷൻ അറിയില്ല എന്നുള്ള രൂപത്തിലായിരിക്കും പറയുക. അതല്ല ഒരിക്കലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് കൂട്ടാൻ, കുറയ്ക്കാൻ, ഗുണിക്കാൻ, ഹരിക്കാൻ പോലുള്ള സിമ്പിൾ ആപ്ലിക്കേഷനാണ് ഈവൻ ഫ്രം ദ ചാപ്റ്റർ 5 ഓൺവേർഡ്സ്. ബേസിക് മാത്തമാറ്റിക്സിൻ്റെ ഫസ്റ്റത്തെ ക്ലാസ്സുകൾ എടുക്കാൻ വേണ്ടിയിട്ട് പേഴ്സണലി ഞാൻ തന്നെയായിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടാവുക. ആൻഡ് സെക്കൻഡ് സെഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മാത്സിൻ്റെ അടിപൊളി ഫാക്കൽറ്റീസ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടാവും. ആൻഡ് നിങ്ങൾക്ക് ഇതിനകത്തൊക്കെ ഒരു വർക്ക് ബുക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, വർക്ക് ബുക്ക് ഡോപ്പ സെപ്പറേറ്റ്ലി ഡിസൈൻ ചെയ്ത ഒരു വർക്ക് ബുക്ക് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയാം അല്ല. നിങ്ങൾക്ക് തരുന്നത് 5ാം ക്ലാസ്സിൽ മുതൽ 10ാം ക്ലാസ്സിൽ വരെ ഓരോ മാത്സിൻ്റെ ചാപ്റ്ററിൽ നിന്നും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, നിങ്ങൾ ചെയ്തിരിക്കേണ്ട ക്വസ്റ്റ്യൻസ്, സെയിം ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ടാവുക. ഈ ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ട് നിങ്ങൾ വീട്ടിലിരുന്ന് വർക്കൗട്ട് ചെയ്ത് പഠിച്ചിട്ട് വരണം. 5ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യനും 6ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യനും അതൊരു ഓർഡറിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് പഠിക്കണം. ആ പഠിക്കാനുള്ള എല്ലാവിധ ഹെൽപ്പുകളും നമ്മൾ തരാം. കാരണം ഈ ബേസിക് മാത്തമാറ്റിക് ആപ്ലിക്കേഷൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്കൊരു എസെൻഷ്യൽ കാര്യമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ചിലപ്പോൾ തോന്നുന്നുണ്ടാവും 5ലെ മാത്സിൽ അതെനിക്ക് അറിയാമെന്നുള്ളത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഡോപ്പ
ഡോപ്പയുടെ ആ ക്വസ്റ്റ്യൻ ബാങ്ക് പ്രാക്ടീസ് മെറ്റീരിയൽ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എവിടേക്കാണ് ഫ്ലോപ്പുകൾ ഉള്ളത്, ഏതൊക്കെ ഏരിയാസ് ആണ് നിങ്ങൾ കൂടുതൽ വർക്കൗട്ട് ചെയ്യേണ്ടത് മനസ്സിലാവും. സോ ആ ഒരു രീതിയിൽ വരാം. ആൻഡ് തേർഡ് ഡേയിൽ നമ്മുടെ ഫിസിക്സിൻ്റെ ബാലപാഠം ആരംഭിക്കുകയാണ്. ഫിസിക്സ് ബാലപാഠം എന്ന് പറഞ്ഞാൽ ഫിസിക്സ് 8, 9, 10. മക്കളെ ബെറ്റ് വെച്ചോ, 8, 9, 10 ഫിസിക്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ 11, 12, അതായത് 11th, 12th ഫിസിക്സ് വിൽ ബി വെരി വെരി ഈസി. സോ അതിൽ നമ്മൾ 8, 9, 10 നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ച കാര്യങ്ങളാണ്. അതൊന്ന് റിവൈസ് ചെയ്ത് തരാനും അതിലെ കൺസെപ്റ്റ് തരാനും പിന്നെ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് നമ്മൾ ഡോപ്പ സ്പെഷ്യലായിട്ട് ക്വസ്റ്റ്യൻ പാഠപുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് നമ്മളായിട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നമ്മൾ തരും. സോ അത് വർക്കൗട്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഫിസിക്സ് വിൽ ബി ഇൻ യുവർ ഹാൻഡ്. സോ മാത്സ് നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫിസിക്സ് നമ്മൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി പോവാണ്. സോ അത് കഴിഞ്ഞതിന് ശേഷം പഠിക്കുന്നതിന് ഒരു ഹരം ഉണ്ടാവും, പഠിക്കുന്നതിന് ഒരു മീനിങ് ഉണ്ടാവും, ഒരു കണ്ടിന്യൂവേഷൻ ഉണ്ടാവും എന്നുള്ളതാണ്. തൊട്ടടുത്ത ദിവസം ഡേ 4 ഈസ് കെമിസ്ട്രി ബാലപാഠം. സെയിം 8, 9, 10 കെമിസ്ട്രിയുടെ എല്ലാ ടോപ്പിക്കുകളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഒരു ഡേയുടെ ഒരു സെഷൻ ആയിരിക്കും, ഒരു വർക്ക്ഷോപ്പ് സെഷൻ ആയിരിക്കും, പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ബാങ്ക് അടങ്ങിയ സാധനമായിരിക്കും. അതുപോലെ അത് കഴിഞ്ഞിട്ട് ബയോളജിയുടെ ബാലപാഠം കൂടി നമ്മൾ തരുന്നുണ്ടാവും. സോ ഇത്ര കാര്യങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ഫേസ് ഓഫ് പ്രിപ്പറേഷൻ കഴിയുക. മക്കളെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഡോപ്പ എത്രത്തോളം വൃത്തിയായിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നുള്ളവരും. ഇതുപോലെ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നുണ്ടാവില്ല. അടുത്ത ഒരു വർഷം നമ്മളുടേതാക്കണമെങ്കിൽ നമ്മൾ കൃത്യമായ തയ്യാറെടുപ്പുകൾ എടുക്കണം. കൃത്യമായ തയ്യാറെടുപ്പുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സോ ദിസ് ഈസ് ദ ഫേസ് 1 ഓഫ് അവർ റിപ്പീറ്റേഴ്സ് ബേസിക് കോഴ്സ്. അതിനുശേഷം ഡേ 6 നമ്മുടെ ഫേസ് 2 ആരംഭിക്കുകയാണ്. ഫേസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ മൂവിങ് ഫോർവേഡ് ടു ദ 11th and 12th 11ലെയും 12ലെയും കാര്യങ്ങളിലേക്ക് നമ്മൾ പോവാണ്. സോ ഡേ 6 വി വിൽ ഗിവ് യു ദ സ്ലൈസ് ഓഫ് അഡ്വാൻസ്ഡ് മാത്തമാറ്റിക്സ് ലൈക്ക് നമ്മുടെ കാൽക്കുലസ്, ഇൻ്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ, കുറച്ച് ലോഗരിതം, കുറച്ച് ട്രിഗണോമെട്രി, അതിൻ്റെയൊക്കെ ബേസിക്സ് പഠിപ്പിച്ച് തരാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ സെഷൻ. പക്ഷേ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളോട് പറയാണ്, നിങ്ങൾ അഡ്വാൻസ്ഡിൻ്റെ പുറകെ പോവല്ലേ. നിങ്ങൾ പോകേണ്ടത് 5 to 10 എസെൻഷ്യലിൻ്റെ പുറകെയാണ് നിങ്ങൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടത്. ഡെഫിനറ്റ്ലി അഡ്വാൻസ്ഡിന് നിങ്ങൾക്ക് അഡ്വാൻസ്ഡിൻ്റേതായ ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. സോ ആ ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങൾ മുഴുവനായിട്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മുതൽ അവസാനത്തെ ക്വസ്റ്റ്യൻ വരെ നിങ്ങൾ സോൾവ് ചെയ്യുകയും, അത് സോൾവ് ചെയ്യാൻ നിങ്ങൾ അറിയില്ലെങ്കിൽ നിങ്ങൾ പഠിക്കുകയും ചെയ്യേണ്ടത് നിങ്ങൾ റിപ്പീറ്റേഴ്സ് കോഴ്സിന് വരുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമാണ്. അതിനുശേഷം ഡേ 7 നീറ്റിൻ്റെ കോർണർ സ്റ്റോണിലേക്ക് നമ്മൾ എത്തണം. ദ കോർണർ സ്റ്റോൺ ഓഫ് നീറ്റ് ഏതായിരിക്കും സബ്ജക്റ്റ്? ഡെഫിനറ്റ്ലി ഫിസിക്സ് ആണ്. നിങ്ങൾ മനസ്സിലാക്കണം, നീറ്റ് കോർണർ സ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫിസിക്സ് തന്നെയാണ്. സോ നമ്മൾ 8, 9, 10 പഠിച്ച ഫിസിക്സ് അത് 11th, 12th എങ്ങനെ അപ്ലൈ ചെയ്യാം, സ്റ്റഡി സ്ട്രാറ്റജീസ് എന്തെല്ലാമായിരിക്കും, സ്റ്റഡി ടിപ്സ് എന്തെല്ലാമായിരിക്കും, ഫിസിക്സിൻ്റെ ഒരു ചാപ്റ്റർ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കൃത്യമായ ഓറിയൻറ്റേഷൻ. അത് തീർച്ചയായിട്ടും ക്ലാസ് അല്ല, 11th, 12th ക്ലാസ്സുകൾ തുടങ്ങുന്നത് 18-ാം തീയതിയാണ്. നീറ്റിന് ശേഷം തൊട്ടടുത്ത ദിവസം 18-ാം തീയതിയാണ് ക്ലാസ് തുടങ്ങുക. ദിസ് വിൽ ബി ദ എക്സാക്ട് ഓറിയൻറ്റേഷൻ ഫോർ ദ നീറ്റ് ഫിസിക്സ്. എങ്ങനെയാണ് നീറ്റിന് ഫിസിക്സ് പഠിക്കേണ്ടത് എന്നുള്ളതാണ്. തൊട്ടടുത്ത് ദ നീറ്റ് മോളിക്യൂൾ എന്ന് പറയുന്നിട്ടുള്ള അടുത്ത സെഷൻ വരുന്നുണ്ട് ഡേ 8. വാട്ട് വിൽ ബി ദാറ്റ്? ഡെഫിനറ്റ്ലി നമുക്കറിയാം നീറ്റിൻ്റെ മോളിക്യൂൾസ്, ദാറ്റ് ഈസ് കെമിസ്ട്രി ആണ്. സോ കെമിസ്ട്രി എങ്ങനെ പഠിക്കണം, എന്താണ് കെമിസ്ട്രി പഠിക്കാനുള്ള സ്ട്രാറ്റജീസ് എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ദിവസം 9-ാം തീയതി ദ നീറ്റ് ബയോം വരുന്നുണ്ട്. നീറ്റ് ബയോമിൽ ബയോളജി എങ്ങനെയാണ് പഠിക്കേണ്ടത്? ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അറിയാം ബയോളജി എങ്ങനെ പഠിക്കേണ്ടത്. പക്ഷേ നിങ്ങൾക്ക് അറിയില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് സ്റ്റഡി ട്രിക്സ് ഉണ്ട്, സ്റ്റഡി സ്ട്രാറ്റജീസ് ഉണ്ട്. ഈ ട്രിക്സ് സ്ട്രാറ്റജീസ് ഒക്കെ പറയുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ നമ്മൾ കുറച്ച് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാൻ നിങ്ങളോട് പറയും. പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ബുക്കുകൾ, കളർ പെൻസിലുകൾ, ക്രയോണുകൾ, ഹൈലൈറ്ററുകൾ, പല പല സാധനങ്ങളൊക്കെ നമ്മൾ പറയും ലിസ്റ്റിൽ. ഈ ക്ലാസ്സുകളുടെ ഇടയിലാണ് നമ്മൾ ഇതെല്ലാം പറയുക. ഇതെല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്ത് ഇതൊക്കെ പർച്ചേസ് ചെയ്ത് ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് വേണം 18-ാം തീയതി നമ്മൾ ക്ലാസ് കേട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് റിപ്പീറ്റേഴ്സിൻ്റെ. സോ റിപ്പീറ്റേഴ്സ് ക്ലാസ് കേൾക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഓരോ വിഷയങ്ങളിലും ഫിസിക്സിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവേണ്ടത്, നിങ്ങൾ മേടിക്കേണ്ടത്, നിങ്ങൾ പർച്ചേസ് ചെയ്ത് വെക്കേണ്ടത്, നിങ്ങൾ സ്വരുക്കൂട്ടേണ്ടത് എന്നുള്ള കാര്യങ്ങൾ, അതിലേക്ക് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരിക്കണം, അത് ഫിസിക്സിലും കെമിസ്ട്രിയിലും ബയോളജിയിലും നമ്മൾ പറയുന്നുണ്ട് ഡേ 8, ഡേ 9 വെച്ചിട്ട്. ആൻഡ് ദാറ്റ് ഈസ് ഡേ 10. ഡേ 10 ലാസ്റ്റ് സെഷനാണ് ബി ഇൻസ്പയർഡ് എന്നുള്ളത്. അല്ലേ, ഒരു ഡോക്ടർ ആയിരിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ വലിയ ഒരു സ്വപ്നമാണ്. വലിയ സ്വപ്നത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഇൻസ്പിറേഷനിലാവുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന, പാഷനേറ്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്. അവരെല്ലാവരും ഡോപ്പയുടെ പാർട്ടാണ്. ഡോപ്പയുടെ പാർട്ടായിട്ടുള്ള ഈ ഡോക്ടേഴ്സ് നമ്മുടെ അടുത്തേക്ക് ഡേ 10 വരുന്നുണ്ടാവും. അന്ന് തീർച്ചയായിട്ടും ഒരു നീറ്റ് ആസ്പിരൻ്റ് എന്നുള്ള നിലയിൽ നമ്മൾ ആ ഡോക്ടേഴ്സായിട്ട് സംവദിക്കാൻ വേണ്ടിയിട്ട്, അവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ പ്രിപ്പറേഷൻ കഥകളും അവരിപ്പോൾ വർക്ക് ചെയ്യുമ്പോഴുള്ള കഥകളും, നമ്മളൊന്ന് മോട്ടിവേറ്റഡ് ആവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാവും ഡേ 10. സോ ഡേ 10 കൂടിയിട്ട് നമ്മുടെ ബേസിക് കോഴ്സ് കംപ്ലീറ്റ് ആവുകയാണ്. സോ ഞാൻ ഇത്രയും മാത്രമേ നിങ്ങളോട് പറയുന്നുള്ളൂ. കയ്യും വീശി നീറ്റ് റിപ്പീറ്റ് ചെയ്യാൻ വന്നിട്ട് എന്ത് കാര്യം? ഒരിക്കലും ഒരു കാര്യമില്ല. സോ നമ്മൾ വെൽ പ്രിപ്പയർഡ് ആയിട്ട് വരണം. ഡോപ്പ തരുന്ന ക്ലാസ്സുകൾ, കറക്റ്റായിട്ടുള്ള ഓറിയൻറ്റേഷനുകൾ, നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കുകൾ,
പോയിന്റുകൾ അത് കൃത്യമായി പാലിച്ച് അത് ഫില്ല് ചെയ്യാനുള്ളതാണ് അടുത്ത 3 ആഴ്ചത്തെ സമയം. ഈ 3 ആഴ്ചയിൽ നല്ല എഫേർട്ട് എടുത്തിട്ട് നല്ല കഷ്ടപ്പെട്ടിരുന്ന് ഈ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് നല്ലൊരു പ്രിപ്പറേറ്ററി മനസ്സോടുകൂടി എല്ലാം ഉൾക്കൊള്ളാൻ, ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും +1ലെയും +2ലെയും ഉൾക്കൊള്ളാൻ തയ്യാറായിട്ട് ഡോപ്പയുടെ ക്യാമ്പസുകളിലേക്ക് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി വരിക. നമ്മുടെ റിപ്പീറ്റേഴ്സ് ബാച്ച് തുടങ്ങുന്നതിന് മുന്നേ ഉള്ള 3 ആഴ്ച അടിച്ചു പൊളിച്ച് നല്ലൊരു പ്രിപ്പറേറ്ററി ബൂട്ട് ക്യാമ്പായിട്ട് നമ്മുടെ എന്ത് ചെയ്യാം, ബേസിക് കോഴ്സ് അറ്റൻഡ് ചെയ്ത് പോകാൻ പറ്റും. 10 ഡേയ്സ് ആയിരിക്കും. ദിസ് 10 ഡേയ്സ് വിൽ മേക്ക് യുവർ ഫ്യൂച്ചർ. ആൻഡ് നമ്മുടെ ടാഗ്ലൈനിൽ പറഞ്ഞ പോലെ ബി ദ ചാമ്പ്യൻ ഓഫ് യുവർ ഫ്യൂച്ചർ. നിങ്ങൾക്കാണാവാൻ പറ്റുക നിങ്ങളുടെ ചാമ്പ്യൻ. സോ ഡെഫിനറ്റ്ലി എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ആൻഡ് എല്ലാവരെയും നമ്മുടെ പ്രിപ്പറേറ്ററി ക്യാമ്പിൽ ബേസിക് കോഴ്സിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഓൾ ദ വെരി ബെസ്റ്റ്. അടിച്ചു പൊളിച്ച് മടിക്ക് മക്കളെ, ഉഷാറാക്കൂ. ബൈ ബൈ, സി യു.